നിങ്ങൾ വൺ വേ ടിക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു യാത്രയിൽ ഒരു സൈഡിലേക്ക് മാത്രം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. തിരിച്ചൊരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്തൊരു യാത്ര. 1% കുറവാണ് ഓക്സിജൻ്റെ അളവ്, 96% കാർബൺ ഡൈ ഓക്സൈഡ്. അതികഠിനമായിട്ടുള്ള തണുപ്പ്. ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായിട്ടുള്ള, ശ്വസിക്കാൻ പോലും ആകാത്ത വളരെ നേർത്ത അളവിലുള്ളൊരു ഓക്സിജൻ. അതാകെ ഒരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ വളരെ നേർത്ത അളവിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യവും ചൊവ്വയിലുണ്ട്. ഈ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യത്തെ മനുഷ്യനായി ചൊവ്വയിൽ ലാൻഡ് ചെയ്ത് അവിടെ ജീവിക്കണം. അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്കുള്ള വരവ് അസാധ്യമാണ്. നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ്, ചൊവ്വയിൽ ഇതുവരെ ഒരു മനുഷ്യനും കാലുകുത്തിയിട്ടില്ല. റോബോട്ടിക് റോവറുകൾ, ലാൻഡറുകൾ, പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററുകൾ എന്നിവ മാത്രമേ അതിൻ്റെ ഉപരിതലത്തിൽ പര്യവേഷണം നടത്തിയിട്ടുള്ളൂ. ആദ്യകാല മനുഷ്യദൗത്യങ്ങളിൽ 2030കളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ചൊവ്വയിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യൻ, അതെ, അലീസ കാൾസനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ചെറിയ വയസ്സിൽ, 10 വയസ്സിൽ താഴെ പരിശീലനം ആരംഭിച്ചു. അപാരമായിട്ടുള്ള സർവൈവൽ ടാക്ടിക്സുകൾ, അതുപോലെ വർഷങ്ങളോളം ജീവിതത്തിൻ്റെ അവസാനം വരെ ചൊവ്വയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശാരീരിക ക്ഷമതയും അറിവുകളും അതിനുള്ള കരുത്തുകളും ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ 10 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പോൾ 23 വയസ്സായിരിക്കുന്നു. മനുഷ്യരാശിക്ക് വേണ്ടി വലിയൊരു ദൗത്യവുമായി ചൊവ്വയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് അലീസ.